ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് കടയൊക്കെ നേരത്തെ അടച്ചിട്ട് ഞങ്ങളിങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കാൻ പോവാം. മാഗിയുടെ ആട്ട നൂഡിൽസ് സാധാ ഉണ്ടാക്കുന്ന ഇതിൻ്റെ മാഗിയുടെ മസാല ടേസ്റ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ആട്ടയുടെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ അതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാ ചാനലും പോലെ നമ്മൾ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടാൻ സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഒരു 5000 ലൈക്സ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ. ഞങ്ങളുടെ മാഗി ഉണ്ടാക്കുന്ന ഒരു ചെറിയ വിശേഷം കേട്ടോ. എത്ര വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ അവൾക്ക് കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. ഓക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇടുവേ. ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കിയാലും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഞങ്ങളിടും. സാധാരണ എണ്ണയിലൊക്കെ വഴറ്റി ഓരോരുത്തർ ചെയ്യുമെങ്കിലും ഇത് നോർമലി അതിൽ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു നൈറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മതി കേട്ടോ. ഉടുപ്പിൻ്റെ ഇത് മാറ്റിക്കും. അത് ശരിയാണ്. ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമ്മൾ മാഗിയും അതിൻ്റെ പൗഡറും എടുത്ത് വെക്കണം. ഓക്കെ. അവൻ്റെ മോനാണെങ്കിൽ അവിടെ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുവാണേ. എനിക്കാണെങ്കിൽ കുറേയേറെ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. ഇപ്പോൾ രാത്രി ഇനി ഇതെല്ലാം മടക്കി വെക്കണം. ഫുഡ് കഴിച്ചിട്ട് ഓക്കെ. അപ്പം ഞങ്ങളിപ്പം മാഗിയൊക്കെ കഴിച്ചിട്ട് ഇന്ന് മാഗി ആക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ കടക്കാമെന്ന് വിചാരിച്ചു. തുണി മടക്കാനുണ്ട്, പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം തുണിയെല്ലാം മടക്കി വെക്കണം. അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഇനി കഴിച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികളൊക്കെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അവള് ചില്ലി ഫ്ലേക്സ് ഒക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. മക്കളെ നമ്മുടെ നൂഡിൽസ് ഇടാൻ പോകും. എത്ര വേണം? 2 പീസ് ഇട്ടോ. ആദ്യത്തെ പീസ് ഇടാൻ പോവാണ്. നല്ല അടിപൊളി. രണ്ടാമത്തെ ഇടാൻ പോവാണ്. അപ്പം നമ്മുടെ മസാലയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവം അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് വേകട്ടെ. വെന്ത് വെള്ളം വറ്റണം. എന്നാലേ നമുക്ക് ആ തിന്നുന്ന ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പം ഒരു ഇച്ചിരി വെന്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇനി 5 മിനിറ്റ്സും കൂടെ കഴിഞ്ഞാൽ അത് റെഡിയാകും. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മ കാണിച്ചു തരും. അപ്പോൾ ഇതായിട്ടുണ്ടല്ലേ പാറു? ഇതായി അല്ലേ? വെള്ളമൊക്കെ വറ്റിയടാ. നമുക്കിതങ്ങ് എടുക്കാം അല്ലേ? കഴിക്കാൻ എടുക്കാം. കുറേ നാളായി തിന്നാതിരുന്നിട്ട്. അപ്പം പാറു ചേച്ചിയുടെ വക ഇന്ന് നൂഡിൽസാണ് ഞങ്ങൾക്ക്. അപ്പോൾ പാറു ചേച്ചിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും ഇന്ന് അവരുടെ കൂടെ കൂട്ടത്തിൽ കൂടാമെന്ന് വിചാരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവളത് റെഡിയാക്കിയിട്ടുണ്ട്. കൈ പൊള്ളുള്ളൂ. ഞാനെടുക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. അപ്പം പാറു ചേച്ചി അപ്പോൾ സെർവ് ചെയ്താലോ? ഓക്കെ. ചിന്നനും ഉള്ളതാണ് കേട്ടോ. ചിന്നൻ ഇത്രയും മതി. ചിന്നൻ ഇത്രയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ പാറു ഇതാർക്കാ പാറു? എൻ്റെ അനിയനത്. അപ്പം
എനിക്കുള്ളത് ഇടൂ. എനിക്കുള്ള അത്രയും മതി, എനിക്ക് അത്രയും മതി. പൊള്ളല്ലേ, കൈ പൊള്ളല്ലേ. നല്ല ചൂട് പറക്കുന്ന നൂഡിൽസാണ്. ആവി പിടിക്കാൻ. ആവിയൊന്നും പിടിക്കണ്ട. അങ്ങോട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് ഇട്. തട്ട്. കൈ ഇച്ചിരി മതി, ഒരുപാട്. ഈ സാധനം ഒത്തിരി കഴിക്കാൻ പാടില്ല, നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നതല്ലേ. അവളുടെ ഫേവറേറ്റ് നൂഡിൽസിന് ഇൻഡോമിയാണ്. പക്ഷെ ഇൻഡോമി ഇല്ലാത്തതുകൊണ്ട് അവളിപ്പം തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊന്നും നല്ല ഹെൽത്തി ഫുഡ് അല്ലാത്തതുകൊണ്ട് നമ്മളത് ഇത്ര പ്രൊമോട്ട് ചെയ്യാൻ. ഞാൻ ആട്ടയുടെ നൂഡിൽസാണ് വാങ്ങുന്നത്. അപ്പോൾ അത് അത്ര നല്ലതല്ല എപ്പോഴും കഴിക്കുന്നത്. വല്ലപ്പോഴും ആയതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഓക്കെ, മതി. വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി ഫോർക്ക് വേണ്ടേ? നമുക്ക് ഫോർക്ക് എടുക്കാം. ഫോർക്ക് എടുത്തോ. ഞാൻ ചിന്നനുള്ളത് ഇച്ചിരി കെച്ചപ്പ് കൂടെ ഒഴിച്ചേ, ചിന്നന് കൊടുക്കാൻ. കെച്ചപ്പും അതല്ല, അതിട്. കെച്ചപ്പില്ല. അവൻ അവിടെ വെച്ചോ. മതി. ഓക്കെ, ഇത് ചിന്നന് കെച്ചപ്പ് വേണം. കെച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെ. ചിന്ന നൂഡിൽസ് ചിന്നൂസ് നൂഡിൽസ്. ചിന്നു നൂഡിൽസ്. പാറൂസ്, എനിക്ക് വേണ്ട കേട്ടോ കെച്ചപ്പ്. എന്താ ഡേറ്റ് ഉണ്ടോ നോക്ക്. നമ്മൾ മയണൈസൊക്കെ ചേർത്ത് കഴിക്കാൻ പോകണം. എനിക്ക് മയണൈസ് ഇഷ്ടമല്ല. ഇതിനൂടെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ? വേണ്ട, കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ നൂഡിൽസ് ഞാൻ എടുക്കട്ടെ. എൻ്റെ നൂഡിൽസ് ഞാൻ പോയി കഴിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇവളെടുക്കുന്ന കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് എടുത്തതാണേ. അവളവിടെ പോയിരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ നിന്ന് ചിന്നന് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ചിന്നൻ തൊട്ടിട്ടില്ല. ചിന്നൻ്റെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ബായ്. അപ്പോൾ ഞങ്ങളുടെ നൈറ്റിലെ ഇന്നത്തെ ഫുഡാണ് കേട്ടോ നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തിയത്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്ന് എല്ലാവർക്കും ചോറ് കഴിക്കാനും. ചോറ് പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ ചോറ് കഴിപ്പില്ല, ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നൂഡിൽസ് വന്നപ്പോൾ 2 പേർക്ക് നൂഡിൽസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഡിൽസ് ഉണ്ടാക്കിയത്. പക്ഷേ ഒരാൾ തൊട്ടിട്ടില്ല. അയാൾ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുക. ആൾക്കിന്ന് വേണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.